അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ഹദീസ് കേട്ടാൽ പിന്നെ നമുക്ക് ലഭിക്കുന്ന സമയങ്ങളിലൊക്കെ അനാവശ്യ വർത്തമാനങ്ങൾ ഒഴിവാക്കി ദിക്റ് ചൊല്ലാൻ നാം സന്നദ്ധരാകും. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സുനനിൽ അബൂദർദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അലാ ഉനബ്ബിഉക്കും ബിഖൈരി അഅമാലിക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഖൈറായത് ഞാൻ പറഞ്ഞു തരട്ടെയോ? വ അസ്കാഹ ഇൻദ മലീക്കിക്കും, നിങ്ങളുടെ രാജാവായ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായത്. വ അർഫഇഹ ഫീ ദറജാത്തിക്കും, സ്വർഗത്തിലെ ദറജകളിൽ ഏറ്റവും അധികം ഉയർച്ച നൽകുന്നത്. വ ഖൈറുൽ ലക്കും മിൻ ഇൻഫാഖി ദഹബി വൽ വരിഖ്, സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാളും ഫضലുള്ളത്. വ ഖൈറുൽ ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും ഫതദ്രിബു അനാഖഹും വ യദ്രിബു അനാഖക്കും, യുദ്ധത്തിൽ നിങ്ങൾ ശത്രുക്കളുമായി കണ്ടുമുട്ടി അങ്ങനെ നിങ്ങൾ അവരെ കൊല്ലുന്നു, അവർ നിങ്ങളെയും കൊല്ലുന്നു, അങ്ങനെ ഷഹീദാകുന്ന ഒരവസ്ഥ, അതിനേക്കാളും ഖൈറായത്. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, ബല, അതേ നബിയെ പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ദിക്റുല്ലാഹി തആല, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണമെന്നാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നത്, മാ ഷൈഉൻ അൻജാ മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാ, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നതിൽ ഏറ്റവും മഹത്വമേറിയത് അള്ളാഹുവിൻ്റെ ദിക്റുകളാണ്. അപ്പോൾ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ തുടങ്ങിയ ഏതെല്ലാം ദിക്റുകളുണ്ടോ ഈ ദിക്റുകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇനി അല്ലെങ്കിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, അതും ഏറ്റവും വലിയ ദിക്റാണ്. എങ്കിൽ സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാളും ഷഹീദാവുന്നതിനേക്കാളും ഒക്കെ അതിന് ഫضലുണ്ട് എന്നാണ് ഈ ഹദീസ് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് അനാവശ്യമായ വർത്തമാനങ്ങൾ ഒഴിവാക്കുക, വെറുതെ സമയം കളയുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം സമയം ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. വലിയ പ്രാധാന്യവും പ്രതിഫലവുമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.